അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവപരൗ തോയനിധീവഗാഹ്യ സ്ഥിതപൃഥിവ്യാ ഇവ മാനദണ്ഡ. കാളിദാസ മഹാകവി കുമാരസംഭവകാവ്യം ആരംഭിക്കുന്നത് തന്നെ ഹിമവാന്റെ മഹിമാതിശയം വർണ്ണിച്ചുകൊണ്ടാണ്. വടക്കുദിക്കിൽ ദേവതാത്മാവായി ഹിമവാൻ നിലകൊള്ളുന്നു. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന പർവ്വതരാജൻ. മറ്റൊരിടത്ത് ഹിമാലയ പർവ്വതത്തിലെ ഉത്തുംഗമായ കൊടുമുടികൾ ദേവന്മാർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള സോപാനപ്പടവുകളായി കൽപ്പിച്ചിരിക്കുന്നു. ദേവന്മാരും ഋഷിമാരും അനവരതം വണങ്ങുകയും വസിക്കുകയും ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ മനുഷ്യരായി പിറന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെല്ലേണ്ടതാണ്. ഹരിദ്വാറിൽ നിന്ന് ഋഷികേശ് വഴി ബാർകോട്ടിലേക്ക്. അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം യമുനോത്രിയിലേക്ക് ദർശനത്തിനായി എത്തുന്നു. യമുനോത്രി ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉത്തരകാശിയിലേക്ക് തിരിച്ചു. പോകുന്ന വഴി ഒരു വലിയ ഗുഹയിലുള്ള ശിവലിംഗവും അതിനോട് ചേർന്ന് ഗുപ്തഗംഗയും ദർശിച്ചു. ഉത്തരകാശിയിലെത്തിയ ഞങ്ങൾ അവിടെയുള്ള കാശി വിശ്വനാഥൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കൂടാതെ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹനുമാൻ ക്ഷേത്രവും ഒരു ദേവീക്ഷേത്രവും ദർശനം നടത്തി. അതിൽ ദേവീക്ഷേത്രത്തിൽ ദേവി ദാരികനെ വധിച്ച ശൂലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഹിമാലയം മലനിരകളിലൂടെയുള്ള യാത്രാമധ്യേ ഓരോ പാറയ്ക്കും നദിക്കും അരുവിക്കും ഏതെങ്കിലും ഋഷി അഥവാ ദേവീദേവതമാരോട് സാമ്യമുണ്ടെന്ന് ബന്ധമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ അവയിൽ ഓരോന്നിനും വെവ്വേറെ മാഹാത്മ്യവുമുണ്ട്. ഏതു ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രേരണ ഉള്ളിലുള്ളതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീപുരുഷന്മാർ ഇത്രയും കഠിനവും ദീർഘവുമായ യാത്രയ്ക്ക് പുറപ്പെടുന്നതെന്ന് ഇന്നത്തെ ഭൗതിക ലോകത്തിന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. വളരെ പുരാതനമായ കഥകളുള്ള ഹിമാലയ പർവ്വതത്തിലും മറ്റു പർവ്വതങ്ങളിലും അല്ലെങ്കിൽ ഗുഹകളിലുമുള്ള പുണ്യസ്ഥലങ്ങളിൽ അവർ എത്തിച്ചേരുന്നു. യാത്രയ്ക്ക് പോവാനുദ്ദേശിക്കുന്ന ഓരോ വ്യക്തിയും പുറപ്പെടുന്നതിനു മുൻപ് തൻ്റെ മനസ്സിൽ ഭയഭക്തിയും വിശ്വാസവും ഉളവാക്കണം. അല്ലെങ്കിൽ യാത്രയുടെ ഒരു തരത്തിലുള്ള ഫലവും ലഭിക്കുകയില്ല. ധാരി ദേവി ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഗർവാൾ മേഖലയിൽ ശ്രീനഗറിനും രുദ്രപ്രയാഗിനും ഇടയിൽ അളകനന്ദ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ധാരി ദേവി. ധാരി ദേവിയുടെ വിഗ്രഹത്തിൻ്റെ മുകളിലെ പകുതിയാണ് ക്ഷേത്രത്തിലുള്ളത്. വിഗ്രഹത്തിൻ്റെ താഴത്തെ പകുതി കാളി മഠത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കാളി ദേവിയുടെ പ്രകടനമായി അവളെ ആരാധിക്കുന്നു. ഉത്തരാഖണ്ഡിൻ്റെ കാവൽ ദേവതയായി ധാരി ദേവിയെ കണക്കാക്കപ്പെടുന്നു. ചാർധാമിൻ്റെ സംരക്ഷകയായും ആരാധിക്കപ്പെടുന്നു. അളകനന്ദ ഹൈഡ്രോ പവർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ദേവിയുടെ യഥാർത്ഥ ക്ഷേത്രം നീക്കം ചെയ്യുകയും അളകനന്ദ നദിയിൽ നിന്ന് 611 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയും ചെയ്തു. ആകസ്മികമായി വിഗ്രഹം നീക്കി മണിക്കൂറുകൾക്ക് ശേഷം 2004 സുനാമിക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറുന്നതിനെ ഈ പ്രദേശം അഭിമുഖീകരിച്ചു. 2013 ഉത്തരേന്ത്യൻ വെള്ളപ്പൊക്കത്തിന് കാരണമായത് ഈ ദേവിയുടെ സ്ഥാനചലനമാണെന്ന് ഭക്തരും നാട്ടുകാരും ഒരുപോലെ വിശ്വസിക്കുന്നു. അതിനുശേഷം പുതിയ ക്ഷേത്രം വീണ്ടും യഥാർത്ഥ സ്ഥാനത്ത് തന്നെ നിർമ്മിച്ചു. പിന്നീട് ഞങ്ങളുടെ ദർശനം കേദാർനാഥായിരുന്നു. കേദാർനാഥിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കേദാർനാഥിൽ നിന്നിറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ബദ്രിനാഥിലേക്ക് പോയി. പോകുന്ന വഴി ജോഷിമഠിലും കയറി. അവിടെ ശങ്കരാചാര്യർ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമവും കണ്ടു. ബദ്രികാശ്രമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജോഷിമഠെന്നും പറയുന്നു.
ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ ഹിമാലയ ദർശനം നടത്തണമെന്ന് പറയുന്നു. യഥാർത്ഥ ശൈത്യകാലം ഹിമാലയത്തിലെ തണുപ്പ് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഭൂമിയിലെ നിഗൂഢമായ സ്ഥലമാണ് ഹിമാലയം. സാധാരണ മനുഷ്യർക്ക് എത്തപ്പെടാൻ പറ്റാത്ത പല നിഗൂഢ ഭാഗങ്ങളും ഹിമാലയത്തിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഹിമാലയത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ജ്ഞാൻഗഞ്ചാണ്. മരണമില്ലാത്തവർ ജീവിക്കുന്ന സ്ഥലം. ആത്മീയതയുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. നൂറ്റാണ്ടുകൾ തപസ്സിലുള്ള ഋഷിവര്യന്മാർ ഇവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഇന്നും അജ്ഞാതമായിട്ടുള്ള പലതും ഹിമാലയത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു.